ചിക്കൻ കറിക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ ഓൾറെഡി എന്നും പറയണതാണ്. സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില. അതിന് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ അടിച്ചിടും ചിക്കൻ കറിക്ക്. പിന്നെ സവാള അരിഞ്ഞങ്ങോട്ട് കേട്ടോ. തക്കാളി ഞാനിങ്ങനെ അടിച്ച് വയ്ക്കും. ഒരു തക്കാളി എടുക്കുള്ളൂ, അതിങ്ങനെ അടിച്ച് വയ്ക്കും. ഈ പറഞ്ഞ അടുപ്പത്ത് തന്നെയാണ് വയ്ക്കണത്. ചിക്കൻ കറിയൊക്കെ വെക്കാൻ എല്ലാ ആൾക്കാർക്കും അറിയാം. പക്ഷെ നമ്മൾ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലായിരിക്കുമല്ലോ. ഞാനിപ്പോൾ ഇത് സവാള ആദ്യം തന്നെ എണ്ണ ചൂടാക്കി കഴിഞ്ഞപ്പോൾ പെരിഞ്ചീരകം ഇട്ട് കൊടുത്തു. പെരിഞ്ചീരകം നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞപ്പോൾ സവാള ഇട്ട് കൊടുത്തു. സവാള കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചുമന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ചതച്ചതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കറിവേപ്പിലയും ഇട്ട് ഇത് ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിനകത്തേക്കിങ്ങനെ ചേർക്കാൻ പോണത് തക്കാളി. ഒരു തക്കാളി അടിച്ച് വെച്ചേക്കണതാണ്. നമ്മൾ ഇറച്ചിക്കറിക്ക് നമ്മൾ അങ്ങനെ തന്നെ ഇടുവാണെങ്കിൽ ഇതിൽ ശരിക്കും പൊടിച്ചിടണം. കാരണം ചിക്കനോ ബീഫിൻ്റെ അത്രയും വേവില്ലല്ലോ. ബീഫ് വേവണ അത്ര സമയം വേണ്ടല്ലോ ചിക്കൻ റെഡിയാവാൻ. അപ്പോൾ അതൊക്കെ ഞാൻ പൊടിച്ച് തന്നെ ഇടുക. ഉള്ളിയൊക്കെ നന്നായിട്ട് പൊടിച്ച് തന്നെയാണ് ഇട്ടേക്കണത്. ഇത് സെയിം മസാലകൾ തന്നെയാണ്. നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി സെയിം മസാലകൾ തന്നെയാണ്. മസാലകളൊന്നും ഒരു മാറ്റമില്ല. പക്ഷെ ഇങ്ങനെ അടുപ്പത്ത് നിങ്ങളിങ്ങനെ ഇതുപോലെ ഒന്ന് വച്ച് നോക്കണം. അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. സവാളയൊക്കെ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ മസാലകൾ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ മസാലയൊക്കെ എല്ലാം ഒന്നിച്ചെടുത്ത് വെച്ചേക്കാണ് മസാല അങ്ങോട്ട്. മസാല നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴാട്ടോ ഞാൻ തക്കാളി ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഇനി തക്കാളി ഒഴിച്ചു കൊടുക്കാം. തക്കാളി ഒഴിട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചിക്കൻ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ട് വേവാൻ വയ്ക്കും. ചിക്കൻ കറി ഫൈനൽ സ്റ്റേജിലെത്തി. ചിക്കൻ കറി റെഡിയായി. കറിവേപ്പിലയും കൂടെ പച്ചക്കറിവേപ്പിലയും കൂടെ ഇട്ടു, മൂടി വെച്ചു. ഇനി എടുത്ത് നമുക്ക് വാങ്ങി വയ്ക്കാം കേട്ടോ. ഇതാണ് ദേശി ചിക്കൻ കറി. നല്ല ടേസ്റ്റിയാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.